ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഔസിഫ് സിൻഡോ. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടത്തോരൻ, മുട്ടക്കറി എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് മുട്ട പുഴുങ്ങാതെ നമുക്ക് എങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ വീഡിയോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാപ്സിക്കം ഉള്ള കാരണം ക്യാപ്സിക്കം ഒരു തുണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്, 2 സബോള ചെറുത് അരിഞ്ഞത്, പിന്നെ 3 മുട്ട. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മളപ്പോൾ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വേപ്പിലുണ്ട്, ആ വേപ്പില ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തന്നെ പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ, ഒന്ന് വാടി വരണം. ഒന്നൊരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സബോള ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വാടുന്നതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോഴേക്കും ഒന്ന് വാടി കിട്ടും പെട്ടെന്ന്. നമുക്കത് തുറന്നു നോക്കാം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനും ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുക. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്: മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇത്രയും. നമുക്ക് മല്ലിപ്പൊടി ആവശ്യമെങ്കിൽ ഇടാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സാധനം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. ആയിരിക്കും ചൂടുള്ളതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ലൂസായിട്ട് പോരും. നമുക്കിനി മൂടി വയ്ക്കാം ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാവും. നമുക്ക് എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തീ കുറച്ച് കൂട്ടി കൊടുക്കുക, പെട്ടെന്ന് തിളയ്ക്കണം. ഏകദേശം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ
നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന 3 മുട്ട നമ്മൾ അതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിനി അത് അധികം ഇളക്കരുത്, ജസ്റ്റ് അത് വേവും. നമ്മളിനി മൂടി വെക്കുകയാണ് സ്ലോ സിലിമറിട്ടിട്ട്. നമുക്കിനി ഫൈനലി ഞാൻ ആയ ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഓൾ ഗൈസ്, നമ്മളിപ്പോൾ തുറന്നു നോക്കാൻ പോവാണ്. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കറിയുടെ അവസ്ഥ. നമ്മുടെ കറി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കി നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതാണ്. നിങ്ങൾ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. ഞാൻ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ്. സൈൻ ഓഫ് ബൈ ഔസേബ്. താങ്ക് യു.